വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ കണ്ടത് യൂണിഫോമൊക്കെ ഇങ്ങനെ ഇസ്തിരിട്ട് വെച്ചിരിക്കണത് കണ്ടപ്പോൾ മനസ്സിനൊരു സമാധാനം ഇട്ടാ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് തന്നെ അതാണ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിൽ എന്നും ഈ സമയമാകുമ്പോൾ നല്ല കിടന്നുറങ്ങട്ടെ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 8:30-9 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിക്ക് സാധാരണ ഇറങ്ങാറുള്ളൂ വെക്കേഷൻ ടൈമിൽ കേട്ടോ. കുട്ടികളാണെങ്കിൽ 10-11 മണിയോ എണീക്കണമെങ്കിലും കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2 മാസത്തോളം ശീലമായിട്ട് ഇന്നിപ്പോൾ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. നിസ്കാരം കഴിഞ്ഞാണ്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു. കാരണം അവിടെ ഇരുന്നാൽ പിന്നെ ഉറങ്ങും. അതാണല്ലോ ഇപ്പോൾ 2 മാസമായിട്ടുള്ള ശീലം. അപ്പോൾ ഇതൊരു 6:30 ആയപ്പോൾ 6 മണിക്ക് ശേഷം ഒക്കെ ആയപ്പോൾ കിച്ചണിലേക്ക് പോന്നിട്ട് ഇതാ ചായക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ മുട്ട പിഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശക്കുള്ള അരിയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ദോശയാണ് കേട്ടോ. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള ചായ ഒന്നിച്ച് വെച്ചതിനാണ് കേട്ടോ. ഒന്നിച്ച് വെച്ച് അതൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ദോശമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം. അല്ലാഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇല്ലാഞ്ഞാലാണ് നമ്മൾ ഈ കിടന്ന് ഉറങ്ങുന്നത്. ഇതിപ്പോൾ കുട്ടികൾക്ക് പോകാണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് അപ്പം ഇന്ന് ഉറക്കില്ല ഒന്നുമില്ല. വേഗം എണീറ്റ് പെട്ടെന്ന് കിച്ചണിൽ വന്ന് ജോലികളൊക്കെ തീർത്ത് അപ്പോൾ തന്നെ ഒരു നമുക്ക് എന്തൊരു ഐശ്വര്യമാണല്ലോ. രാവിലെ തന്നെ എല്ലാം കൊണ്ടായി കിച്ചണിലെ ജോലികളൊക്കെ തീരുമല്ലേ ഇങ്ങനെ ആകുമ്പോൾ. മറ്റേതൊരു 9 മണിക്കൊക്കെ കിച്ചണിൽ വന്നാൽ പിന്നെ കുറേ നേരം കിച്ചണിൽ ഇരുന്ന് ഒക്കെ മൊത്തത്തിൽ ലേറ്റ് ആവും. നമ്മൾ രാവിലെ എണീക്കാൻ നേരം വൈകിയാൽ പണി തുടങ്ങാൻ നേരം വൈകിയാൽ മൊത്തത്തിൽ പിന്നെ എല്ലാ പണികളും ലേറ്റ് ആവുമല്ലോ. കണ്ടില്ല എല്ലാവരും ഉറങ്ങണം കേട്ടോ. ഇതിപ്പോൾ വിളിച്ച് എണീപ്പിക്കുക എന്നുള്ള കുറച്ച് റിസ്ക്കുള്ള സംഭവമാണ് ഇന്ന്. പിന്നെ 2-3 ദിവസമായി പിന്നെ അവർക്ക് ശീലമാവും കേട്ടോ. അപ്പോൾ അതാ ഓരോരുത്തരെ വിളിച്ച് ഒരട്ടം പോയി കിച്ചണിലേക്ക് ഞാൻ പിന്നെയും വന്നു. അങ്ങനെ വിളിച്ചും പോയി വന്നുകൊണ്ട് ഏതായാലും ലാസ്റ്റ് എണീറ്റ് അവർ ഒരുങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇല്ലാഞ്ഞാൽ നമ്മളും കിടന്നുറങ്ങി ശീലിക്കും, കുട്ടികളും കിടന്നുറങ്ങി ശീലിക്കും. അത് പറഞ്ഞാൽ അണിയോട്ടായി ആരെ നോക്കാതെ തുറന്നോക്കെ അപ്പം വെച്ചോക്കെ. എൻ്റെതല്ല വള്ളികൾ ബെൽറ്റ് വെച്ച് നോക്കി. അപ്പം ബെൽറ്റോടെ അതിന് ബെൽറ്റോടെ ആക്കണം അടുത്ത ഇതിൽ ചെളിയൊക്കെ ഉണ്ടാണിയേ. വൈറ്റ് കളറാണ്. വൈറ്റ് അല്ല ലൈറ്റ് കളർ. ഇതൊപ്പം വെച്ചാ ചെറുതും പോലെ നോക്കണ്ടേ. ഇപ്പം ഒരു വലുപ്പം തന്നെ അതിനങ്ങനെ സൈസാക്കിയാണ്. അപ്പോൾ ഒന്ന് സ്നാക്സായിട്ട് ഇതാ മുട്ട മസാല ആക്കി എടുത്തതാണ് കേട്ടോ. കോഴിമുട്ട മസാല ആക്കി എടുത്തതാണ്. പിന്നെ ഇന്നിപ്പോൾ ഉച്ച വരെയുള്ള ക്ലാസ്, ഫസ്റ്റ് ഡേ അല്ല. അപ്പോൾ ഉച്ച വരെയുള്ള ക്ലാസ്. പക്ഷേ 1 മണി 1:30 വരെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഹെവി സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കണമെന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഐറ്റം കൊടുത്തേക്കാൻ വെച്ചു. ഒന്നിൽ കുറച്ച് ചീസ് ക്രീമും ബ്രെഡിൽ ചീസ് ക്രീമും തേനും പുരട്ടിയിട്ട് അങ്ങനെയും പിന്നെ ഈ മുട്ട പിഴിഞ്ഞത് കേട്ടോ. അങ്ങനെ 2 സ്നാക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കുട്ടികൾക്ക് കേട്ടോ. ഇതിൻ്റെ തേൻ കുപ്പിയാണ്. ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചപ്പോൾ ഉറുമ്പ് കയറി. അപ്പോൾ ഉറുമ്പ് കയറിന് കണ്ടപ്പോൾ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതാകെ കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ ക്രീം പരുവായിട്ടുണ്ട്. ക്രീം പരിവായതുകൊണ്ട് പിന്നെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്നാക്ക് ബോക്സുകളൊക്കെ വന്ന് ഞാൻ വ്ളോഗിൽ ചെയ്തിരുന്നല്ലോ. സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അന്ന് എടുത്തതാണ്. ഇതൊക്കെ ബോട്ടിൽ ബോക്സുകളൊക്കെ അന്ന് എടുത്തതായിട്ട് പുതിയതാണ്. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ ദോശയും മുട്ട റോസ്റ്റാണ് കറി. അപ്പോൾ അതെല്ലാവർക്കും ഇന്നിപ്പോൾ എണീക്കാൻ നേരം വൈകിയോണ്ട് പിന്നെ വന്നിരുന്ന് കഴിക്കാനുള്ള സമയമില്ല അവർക്ക് കിച്ചണിൽ വന്നിട്ട്. അപ്പോൾ അവർ അവിടെ യൂണിഫോം മാറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പോയി വഴക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നാലേ പെട്ടെന്നായി കിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ നേരം വൈകുണ്ടല്ലോ. സ്കൂൾ തുറന്നപ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു സന്തോഷമായിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഞാനും ഹാപ്പിയാണ് കേട്ടോ. ഇഷ്ടണ്ടാ ഇല്ല എന്താ എനിക്കൊക്കെ ഇഷ്ടമുണ്ടോ സ്കൂൾ പോകാൻ? എനിക്കോ? അപ്പോൾ വിജുമാർക്ക് മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ. കളിക്കണ്ടേ ചങ്ങായിമാരപ്പം? കമ്പ്യൂട്ടർ വന്നിട്ട് കളിച്ചട്ടാ. കമ്പ്യൂട്ടർ വന്നിട്ട് കളിച്ചട്ടാ. ഗെയിമൊക്കെ മിസ്സായില്ലേ. വന്നിട്ട് സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കളിക്കാം. സാറേക്കാ ഇറങ്ങ
കുട്ടികൾ രാവിലെ തന്നെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ആ സ്കൂൾക്കോ മദ്രസക്കൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. മറ്റേ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എണീറ്റ് വരല് നേരെ ടിവിൻ്റെ മുന്നിൽ കയറാം, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഓടിയിട്ടുണ്ടാവും, ടാബോ മൊബൈലോ എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കിയിട്ട് അതിട്ട് ഇങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം, അത് എടുക്കെല്ലാം എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാവുമ്പോൾ സുഖമാണല്ലേ രാവിലെ കൊണ്ട് പോയാൽ. പിന്നെ വൈകുന്നേരം ഒരു കുറച്ച് നേരം കണ്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം കണ്ടിങ്ങനെ. ഇത് ഫുൾ ടൈം ഇങ്ങനെ അയിമ തന്നെ കിടന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതിനും ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ല ഓക്കെ, അവരങ്ങനെ പോയി. ഏതായാലും ഫോണാകുമ്പോൾ ഒരു പാവം തോന്നും, എന്നാലും നല്ല പോട്ടെ. അങ്ങനെ ഇതാ അവരൊക്കെ പറഞ്ഞയച്ച് കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മളൊരു ഹെൽപ്പിന് നമുക്കൊരു താത്ത ഉണ്ടല്ലോ, അപ്പോൾ താത്ത ഇവിടെ ഒരു ചക്ക പഴുത്തുണ്ട്, അതിനൊക്കെ വെട്ടി ചോളൊക്കെ എടുത്ത് പാത്രത്തിലാക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. ചക്ക പറഞ്ഞാൽ എനിക്ക് ജീവനാട്ടോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പഴുത്ത ചക്ക. അപ്പോൾ അതിങ്ങനെ ഓരോന്നിടത്ത് ഇങ്ങനെ കഴിക്കേനെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. പക്ഷേ മഴ പെയ്ത് വെള്ളം ഇറങ്ങിയോണ്ടിരിക്കാരം ഒരു വെള്ളം ഇറങ്ങിയ ആ ഒരു ഇതും വരുന്നുണ്ട്, ഇടയ്ക്കൊരു കയ്പ്പ് വരുന്നുണ്ട്, നല്ല മധുരമുണ്ട്. എന്നാലും നമ്മളെ വേനലിലൊക്കെ കിട്ടുന്ന സമ്മർ സീസണിലൊക്കെ കിട്ടുന്ന ആ ഒരു ചക്കൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടൂല, മഴ പെയ്താലല്ലേ കുറച്ചൊന്ന് കുറയും അതിൻ്റെ രസം. എന്നാലും ചക്കല്ലേ കഴിക്കാം. ഞാനിങ്ങനെ ഓരോ ചക്കച്ചോളം എടുത്ത് നിങ്ങളെ കൊതിപ്പിക്കട്ടെ. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് കാണുമ്പോഴൊരു കൊതി വരും. ഇതൊക്കെ എല്ലാം എടുത്തിട്ട് പാത്രത്തിലാക്കി അകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഉച്ച വരെയുള്ള ക്ലാസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണി ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടാ. ഉപ്പയും ഉമ്മയും വിളിച്ചിന് എൻ്റെ വീട്ടിൽ നിന്ന്. നമ്മളിവിടെ കളിയാട്ടം ഉണ്ടല്ലോ, കളിയാട്ടം അറിയില്ല ചിലർക്ക് അറിയേക്കാം, ഞങ്ങൾ ഈ വൈക്കുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ കളിയാട്ടമുക്കിൽ കളിയാട്ടം എന്ന് പറഞ്ഞൊരു സംഭവം നടക്കാണ്ട്, ഒരു എന്താ ഉത്സവം അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല, ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഒരുപാട് കച്ചവടക്കാരും അതൊക്കെ കാണാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോകുന്നുണ്ട്. വരുന്ന വെച്ചപ്പോൾ ഞാനും വരാറുണ്ട്, കാരണം ഏതായാലും പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിക്കിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടാൻ കാത്തിക്കണം പുറത്ത് പോകാൻ. കളിയാട്ടം കാണാൻ പോകണം പാൻറ്റുമാനും പോകട്ടെ. കളിയാട്ടം കഴിഞ്ഞിട്ട് 2 ദിവസമായി. അപ്പോൾ അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ വെറുതെ ഒന്ന് കണ്ടിട്ട് പോരാ വിചാരിച്ചു. കുറച്ച് ദിവസം ഇങ്ങനെ കുട്ടികളൊക്കെ വീട്ടിലിരിക്കണം. അപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ ചാൻസ് നോക്കി നിൽക്കല്. അല്ലേ ഇവരെ മുടി പറഞ്ഞു ഞാൻ മുടക്കും. ഏത് എങ്ങനെ പറഞ്ഞാലും അങ്ങനല്ല ഇങ്ങനെ എങ്ങനെ പറഞ്ഞാലും നമുക്ക് പറ്റൂല. മോനില്ല ചേട്ടാ ഞങ്ങളെ കൂടെ, മോന് കളിക്കാൻ പോയിക്കണേ. പിന്നെ ഞാനും പിന്നെ മറ്റൊരു 3 പേരും കൂടി. ഇപ്പം വന്നിട്ടുണ്ട്, തറവാടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കളിയാട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം അയക്കണം കേട്ടോ. പിന്നെ ബാക്കിയുടെ അതിൻ്റെ ബാലൻസ് പരിപാടികളൊക്കെ ഉണ്ടാവും, അത് കാണാൻ പോവുകയാണ്. കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും ചെയ്യുക, അങ്ങനെ കാണും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ തറവാട് കണ്ടില്ല, ഞാൻ അതിൻ്റെ അടിയിലൊന്ന് കാണിച്ചിരുന്നു. തറവാടിൻ്റെ പണി ഇതാ തേപ്പ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെതാ ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ എമ്മയുണ്ട്, ജ്യേഷ്ഠത്തിൻ്റെ മോളും ഉണ്ട് കേട്ടോ. നല്ല മഴക്കാറ് ഇതാ നമ്മൾ കൂരാട് പാടെത്തിയപ്പോൾ നല്ല രസമുണ്ട്. മുകളിലേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ മഴക്കാറ് ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ആകാശമൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണാനും നല്ലൊരു കാലാവസ്ഥ. അതൊക്കെ മൊത്തം റോഡ് പണിയാണല്ലോ. മൊത്തത്തിൽ കൂരിയാടും തലപ്പാറ ഭാഗമൊക്കെ ആകെ എന്തൊക്കെയാണ് വയ്ക്കണം. എന്താണെന്നുള്ളത് കണ്ടെത്താൻ മനസ്സിലാകാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തലപ്പാറൊക്കെ കൂടി ഒരു ഗ്രൗണ്ട് ആയിട്ടുണ്ട്, റോഡൊക്കെ കൂടി പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കളിയാട്ടത്തിൻ്റെ സൈഡിൽ കൂടി മുട്ടിയാർ റോഡിലാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും കച്ചവടക്കാർ കേട്ടോ. 2 സൈഡിലും നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടി എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ ദൂരത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നടന്ന് വരണം. അപ്പോൾ ഉമ്മക്ക് കാലുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് നടക്കാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇപ്പോൾ വല്ല സ്ലോയിൽ വിട്ടു, ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മെല്ലെ വിട്ട് കാണും ഇങ്ങനെ പോയിട്ടാ. കുട്ടികളിങ്ങനെ ഓരോന്ന് അത് ഇത് തന്നെ തിരക്കൊണ്ടുണ്ട് കേട്ടോ. ടോയ്സ് കാണുമ്പോഴും ബലൂൺ കാണുമ്പോഴൊക്കെ അന്ന് വലിയ മെയിൻറ്റ് കൊടുത്തില്ല. മെയിൻറ്റ് കൊടുത്താൽ നമ്മൾ പോക്കറ്റ് കലിയും. ഇവിടെയൊക്കെ മെയിൻ ഉണ്ടായാൽ കളിയാട്ടത്തിന് മെയിൻ ഉണ്ടായാൽ പിന്നെ തൈകളുണ്ടോ, ചെടികൾ കണ്ടില്ല, തൈകൾ നല്ലോണം ഉണ്ടാവട്ടെ, ചെടികൾ. അതേപോലെ ചട്ടികൾ ഉണ്ടാവില്ല, മൺചട്ടികൾ. അതേമാതിരി എന്താ പറയുക, സെറാമിക് ടൈപ്പ് ഈ ഭരണികളൊക്കെ ഉണ്ടാവില്ലേ, ഉപ്പൊക്കെ ഇട്ടക്കണ, പുളി ഉപ്പൊക്കെ ഇട്ട കണ്ടില്ല, അതങ്ങനത്തെ ഭരണികൾ.
അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായിട്ടാ. പിന്നെ അത് കുറേ ഫാൻസി ഐറ്റങ്ങൾ, മാല, കമ്മൽ അങ്ങനത്തെ ഒക്കെ വേറെ ഉണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് സൈഡിലും. കുട്ടികളായിട്ട് ഇറങ്ങാനും എനിക്കൊരു പേടിയട്ടെ. ഇങ്ങനത്തെ കൂടുതൽ ആളുള്ളടത്തേക്ക് ചെറിയ മക്കളെല്ലാവരും ഇറങ്ങാനും എനിക്കൊരു പേടിയാണ്. കാരണം പിടിക്കാൻ ആളില്ല കഴിഞ്ഞാൽ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഒന്നാമത് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കില്ലേനെ അവരാലോചിച്ചത്. ഞാൻ ഇറങ്ങി അവർ ഇറങ്ങും. അങ്ങനെ പാനിപൂരി ഉണ്ടപ്പോൾ പിന്നെ അവിടെ വന്ന് വണ്ടി സൈഡാക്കിയിട്ട് അത് കഴിച്ചിട്ട്. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കോളിഫ്ലവർ നിറയെ ഈച്ച. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പാനിപൂരി മാത്രം വാങ്ങിച്ചിട്ട് കഴിച്ചു ഞങ്ങൾ. വലിയ രസമൊന്നുമില്ല കേട്ടാ. ഒന്നങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വലിയ രസമൊന്നുമില്ല. ഒരു പ്ലേറ്റിനെ വാങ്ങാണ്ട് ഒന്ന് കഴിച്ചിട്ട് രസമുണ്ട്, രണ്ടാമത് പ്ലേറ്റ് വാങ്ങാൻ രസം. പക്ഷേ ഒരു പ്ലേറ്റിൽ തന്നെ രസമില്ല. കഴിച്ചപ്പോൾ തന്നെ വരി നിന്നോ പോലെ. പിന്നെ രണ്ടാമത്തെ പ്ലേറ്റ് വാങ്ങാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. കളിയാട്ടം കഴിഞ്ഞു. ഞങ്ങളെ കളിയാട്ടം കഴിഞ്ഞു കേട്ടോ. തിരിച്ചു പോകും. കളിയാട്ടം കഴിഞ്ഞിട്ട് 4 ദിവസം ആയിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒന്ന് ചുമ്മാ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് പോകുന്നു വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഓക്കെ, താങ്ക് യു.